നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിലെ കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. PV അൻവറിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു. ചുമതലക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. സമീർ ബിൻ കരീം തിരൂരും ചെയ്യുന്നു. സമീർ, കഴിഞ്ഞ ഒരുപാട് CPI ജില്ലാ സമ്മേളനങ്ങളിൽ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ പരാമർശം എന്ന് പറയുമ്പോൾ അത് വെറും തെരഞ്ഞെടുപ്പുകളെ കൂടി ബാധിക്കുന്ന കാര്യമായിരിക്കും. രണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിലും പാളി എന്ന് പറയാതെ പറയുന്നു. വിവരങ്ങൾ. സുഹൈല്, മലപ്പുറം ജില്ലാ CPI സമ്മേളനം പരപ്പനങ്ങാടിയിൽ തുടരുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് CPI ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉള്ളത് എന്നുള്ളതാണ്. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു. അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി. മറ്റൊരു കാര്യം, ഇതുവരെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അതിന്റെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ചുമതല നൽകിയിരുന്നത് M സ്വരാജിനായിരുന്നു. അപ്രതീക്ഷിതമായി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി. ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, UDF-ന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു എന്നുള്ള വിമർശനവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായും ഭാവിയിൽ അത് ദുരവ്യാപകമായി LDF-നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. മറ്റൊരു കാര്യം, PV അൻവറിനെ വിലയിരുത്തുന്നതിൽ മുന്നണി പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ്. കാരണം അൻവറിന്റെ സ്വാധീനത്തെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ PV അൻവറിന് മറുപടി പറയാതെയായിരുന്നു നേതാക്കൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കാര്യമായി തന്നെ ബാധിച്ചു. അൻവറിനെ കൃത്യമായി മറുപടി പറയേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വിശദമായ പ്രവർത്തന റിപ്പോർട്ടിന് പുറമെ മുകളിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിൽ തുടരുകയാണ്. സുഹൈൽ, സമീറാണ് വിശദാംശങ്ങൾ നൽകിയത്.